റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുക്രൈനിയൻ ഭൂമിയുടെ അധിനിവേശം നിയമവിധേയമാക്കാൻ പുടിൻ ശ്രമിക്കുകയാണെന്ന് സെലൻസ്കി പറഞ്ഞു. റഷ്യ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കാനാകൂവെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ആഗസ്റ്റ് 15-ന് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് സെലൻസ്കിയുടെ വിമർശനം. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ശക്തമായ ഭാഷയിലാണ് സെലൻസ്കിയുടെ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. സെലൻസ്കി റഷ്യയെ കൂടുതൽ കുറ്റപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും യുദ്ധം അവസാനിപ്പിക്കേണ്ടത് റഷ്യയാണ്. അതിന് ഏതെങ്കിലും ഒരു പ്രദേശങ്ങൾ, യുക്രൈന്റെ ഏതെങ്കിലും ഒരു പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കലല്ല വേണ്ടത്. ന്യായമായ മാർഗങ്ങളിലൂടെയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രംപ് പുടിൻ ചർച്ചയിൽ യുക്രൈന്റെ രണ്ട് പ്രവിശ്യകൾ സെപ്പാറോയും ഖേഴ്സനും ഉൾപ്പെടെയുള്ള രണ്ട് പ്രവിശ്യകൾ വിട്ടുകൊടുക്കാനുള്ള ഏകദേശ ധാരണ ആയിരുന്നു എന്നാണ് സമാധാന കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായത്. അത് വിട്ടുകൊടുക്കില്ല എന്നൊരു സൂചനയാണ് സെലൻസ്കിയുടെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് യുക്രൈന്റെ ഒരു പ്രദേശവും വിട്ടുകൊടുത്തുകൊണ്ടാകില്ല ഈ ഒരു സമാധാന ശ്രമങ്ങൾ ഉണ്ടാവുക എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സെലൻസ്കി. റഷ്യയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത്. ഒരു ന്യായമായ വഴിയിലൂടെ ആയിരിക്കണം യുദ്ധം അവസാനിപ്പിക്കേണ്ടത്. യുക്രൈന്റെ ഏതെങ്കിലും ഒരു പ്രദേശം, അതായത് റഷ്യ യുക്രൈനിൽ നടത്തിയ അധിനിവേശം നിയമവിധേയമാക്കാനുള്ള മാർഗങ്ങളാണ് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള പിന്തുണയും യുക്രൈന്റെയോ സഖ്യകക്ഷികളുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. കൊലപാതകങ്ങളും യുദ്ധവും അവസാനിപ്പിക്കാൻ, വെടിനിർത്തലും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് യുക്രൈന്റെയും സഖ്യകക്ഷികളുടെയും ഭാഗത്തു നിന്നുള്ളത്. ഇതിന് ഒരേ ഒരാൾ മാത്രമാണ് എതിര് നിൽക്കുന്നത്, റഷ്യയാണ്. പുടിനാണ് അതിന് എതിര് നിൽക്കുന്നത്. അതിനുള്ള മാർഗമാണ് കണ്ടെത്തേണ്ടത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊല്ലാനുള്ള കഴിവ് മാത്രമാണ് പുടിന്റെ ട്രംപ് കാർഡ്. യുക്രൈന്റെ ഒരു രണ്ടാം വിഭജനം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും അടുത്ത ആഴ്ചയാണ് ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത്. ഓഗസ്റ്റ് 15-നാണ് കൂടിക്കാഴ്ച. അലാസ്കയിലാണ് കൂടിക്കാഴ്ച. ട്രംപ് ഇന്നലെ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. അതിനെ റഷ്യ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായും യുക്രൈൻ റഷ്യ സമാധാന ഉടമ്പടിയാവും ചർച്ചാ വിഷയം എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. നേരത്തെ തന്നെ ട്രംപ് അധികാരത്തിൽ എത്തിയത് മുതൽ തന്നെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്ത് വരികയും അതിന് തുടർച്ചയായി നിരവധി പ്രതിനിധി ചർച്ചകൾ നടക്കുകയും ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ടെലിഫോണിൽ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യമായാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇരു രാഷ്ട്ര നേതാക്കളും ഒരുമിച്ച് കാണുവാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള ധാരണയുണ്ടാകും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് പ്രധാനമായും യുക്രൈന്റെ രണ്ട് പ്രവിശ്യകൾ വിട്ടുകൊണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. 2013-ൽ റഷ്യ ക്രിമിയ എന്ന യുക്രൈന്റെ പ്രദേശം ആക്രമിച്ചിരുന്നു. അതിനെ അധിനിവേശ പ്രദേശമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വിട്ടുകിട്ടണം എന്നതാണ് റഷ്യയുടെ ഒരു പ്രധാന ആവശ്യം. എന്നാൽ യുക്രൈൻ അതുൾപ്പെടെ ഒരു പ്രവിശ്യയും നൽകാൻ സാധ്യമല്ല എന്നാണ് ഇപ്പോൾ തീർത്തും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ച അടുത്തയാഴ്ചയാണ്. ഒപ്പം തന്നെ ഈ സെലൻസ്കി നേരത്തെ ഈ ഏതെങ്കിലും തരത്തിൽ ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി അതിൽ ഭാഗഭാക്കാക്കണം എന്ന കാര്യവും യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു. അതും നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സെലൻസ്കിയെ ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയിലേക്ക് ക്ഷണിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ക്ഷണിക്കുമോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുമില്ല. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ റഷ്യയുമായുള്ള സൗഹൃദ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ട്രംപും പുടിനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് എന്നതാണ്. പ്രത്യേകിച്ചും ഈ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള തർക്കങ്ങൾ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നിലനിൽക്കുന്നു. റഷ്യയുടെ നിന്നുള്ള എണ്ണ വ്യാപാരം ഇന്ത്യ അവസാനിപ്പിക്കണം എന്നൊരു ഉപാധിയാണ് അമേരിക്ക ഇന്ത്യക്ക് മുന്നിൽ വെക്കുകയുണ്ടായത്. ഇതെല്ലാം തന്നെ ഇന്ത്യ നിരാകരിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ചയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രതിനിധി അറിയിച്ചിരിക്കുന്നത്. ഇത് യുദ്ധങ്ങളുടെ യുഗമല്ല എന്നും നരേന്ദ്രമോദിയെ പരാമർശിച്ചുകൊണ്ട് ഒരു വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അനുശ്രീ.
സുബി, അതുപോലെ തന്നെ യുക്രൈൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലം വിട്ടുകൊടുക്കാതെ തന്നെയുള്ള ഒരു ന്യായമായ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകണമെന്ന തരത്തിലുള്ള ഒരു പരാമർശം, അത് എത്രത്തോളം ശാശ്വതമായിരിക്കും? യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ തന്നെയുള്ള ഒരു പ്രഖ്യാപനമായി കരുതാൻ സാധിക്കുമോ? സെലൻസ്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും റഷ്യയ്ക്കും അതായത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ചയെ സ്വാഗതം ചെയ്യുന്നില്ല എന്ന തരത്തിലാണ് ഈ ഒരു സെലൻസ്കിയുടെ പ്രസ്താവനയെ നമുക്ക് എടുത്തു പറയേണ്ടത്. അതായത് ഒരു സമാധാന കരാർ റഷ്യയും അമേരിക്കയും തമ്മിൽ യുക്രൈനും തമ്മിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. ആ സമാധാന കരാറിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് യുക്രൈൻ്റെ 2 അധിനിവേശ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുക എന്നതാണ്. എന്നാൽ അതിന് യാതൊരു തരത്തിലും സാധിക്കില്ല എന്നാണ് സെലൻസ്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച ഏത് തരത്തിൽ ഫലപ്രാപ്തിയിലെത്തും എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. പക്ഷേ രണ്ട് ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായും ഉള്ള ഉപാധി എന്ന് പറയുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് അധികാരത്തിൽ ഏറ്റയുടൻ തന്നെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം നിരവധി നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുടിനും ട്രംപും നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഈ സമാധാന കരാർ സജീവമായ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ യുക്രൈൻ ഇതിനോട് എതിർക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സംഭവിക്കുക എന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. ഒപ്പം തന്നെ സെലൻസ്കിയെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അനുശ്രീ. ശരി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരിക്കുകയാണ്. യുക്രൈനിയൻ ഭൂമിയുടെ അധിനിവേശം നിയമവിധേയമാക്കാൻ പുടിൻ ശ്രമിക്കുകയാണെന്നാണ് സെലൻസ്കിയുടെ ആരോപണം. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.